സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. സ്നേഹം നിർവാജ്യമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. റോമർ 12:9 വാക്യം. നല്ലവരെ പറ്റിക്കൊള്ളുവാൻ റോമർ 12:9 യേശു വിശ്വസിക്കുന്നവരെ ഉപദേശിക്കുന്ന സന്ദേശത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ശ്രമിക്കുമ്പോൾ അത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നിരുന്നാലും നമുക്കുള്ളതെല്ലാം ഉപയോഗിച്ച് നന്മയിൽ മുറുകെ പിടിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനാൽ നമുക്ക് തിന്മയെ അകറ്റാനും അവൻ നമ്മെ നയിക്കുന്ന പോലെ നമ്മുടെ നിർവാജ്യ സ്നേഹത്തിലായിരിക്കും കഴിയും. ഈ വിത്തുകൾ കൈകൊണ്ട് വെറുതെ തുരുത്താൻ പോകുകയില്ല, അവൻ നിങ്ങളിലേക്ക് പറ്റിക്കിടക്കും. ദൈവത്തിൻ്റെ കാരണത്തിലും മനസ്സിലും കൽപ്പനയിലും മനസ്സ് നിലനിർത്തിക്കൊണ്ട് നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ ശക്തിയിൽ നാം സ്നേഹിക്കുന്നവരെ മുറപ്പിടിപ്പാൻ കഴിയും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യത്തിന് മുമ്പിൽ വെപ്പാൻ ഓർമ്മിച്ചുകൊണ്ട് സഹോദരപ്രതി തമ്മിൽ സ്വായ്പുകൊണ്ട് നിലകൊള്ളുവാൻ അവ നമ്മെ സഹായിക്കുന്നു. അതെ, ആ കൈകൾ വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കാം. എന്നാൽ മറ്റുള്ളവരുടെ സ്നേഹത്താൽ മുറപ്പിടിപ്പാനും ദൈവശക്തി നല്ലതിനെ മുറപ്പിടിപ്പാനും അവ എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഫിലിപ്പിയർ 4:8-9. നല്ലതിനോട് പറ്റി നിൽക്കുന്നത് വെല്ലുവിളി നേടുന്ന ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ സ്നേഹിപ്പാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കും? ആത്മാർത്ഥമായ സ്നേഹം, ദൃഢമായ സ്നേഹം ആകുന്നത് എങ്ങനെ? യേശുവിനെ നല്ലതിൻ്റെ മുഴുവെടുത്തോടും മുറപിടിപ്പാൻ എന്നെ ഓർമ്മിപ്പിക്കണമേ. അങ്ങനെ സ്നേഹം മറ്റുള്ള പ്രതിഫലിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അത് നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.